നമ്മളെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ ഒരു വിശുദ്ധിയില്ല. പാകിസ്ഥാൻ എന്നതിന്റെ അർത്ഥം പാകിസ്ഥാൻ വിശുദ്ധ ഭൂമി. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ ഒരു വിശുദ്ധ ഭൂമിയുമായി മുസ്ലിമീങ്ങൾക്കില്ല. മുസ്ലിമീങ്ങൾക്ക് ഒരു വിശുദ്ധ ഭൂമിയുണ്ട്. അത് മക്കയാണ്, അത് മദീനയാണ്, അത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. അവിടെ ഭരിക്കുന്നതും അവർക്കൊക്കെ മുസ്ലിമീങ്ങളുടെ ആലങ്കാരിക നാമമുണ്ടെങ്കിലും അവരോടൊന്നും ആലങ്കാരികമായോ ആധികാരികമായോ ആദർശപരമായോ ഇന്ത്യൻ മുസൽമാൻ ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന് 100 കോടിയോളം വരുന്ന ജനങ്ങളെ ആണവായുധത്തെ പേടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മന്ത്രി പ്രഖ്യാപനം നടത്തുമ്പോ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷായെ മുൻനിർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ പോകുന്നത് പോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാവുകയും അതിർത്തി നിലകളിലേക്ക് ഇന്ത്യ രാജ്യത്തിന് അതിർത്തിയെ കാക്കാൻ പൊതുജനങ്ങളെ റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്താൽ ഇന്ത്യ രാജ്യത്തിന് അതിർത്തിയെ സ്വന്തം മാതൃരാജ്യത്തിന് കാത്തുവെക്കാൻ വേണ്ടി ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയും പിടിച്ച് ഇന്ത്യയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർക്കെതിരെ നിറയൊടിച്ചു പോരാടാൻ ഒരു അവസരം കിട്ടിയാൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അതിന് തയ്യാറാവുകയും അത് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു കടപ്പാടായി സ്വീകരിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കുള്ളത്.